ഇറാന്റെ ന്യൂക്ലിയർ റിയാക്ടറുകൾ ആക്രമിച്ചത് കൊണ്ടൊന്നും അമേരിക്കക്കും ഇസ്രയേലിനും രക്ഷയില്ല. ഇറാൻ ഒരു ആണവ രാഷ്ട്രമാകുന്നതാണ് നിങ്ങൾ ഭയപ്പെട്ടതെങ്കിൽ ആ ഇറാനെ ആണവ രാഷ്ട്രമായി വളർത്താൻ ഞങ്ങൾ റെഡിയാണ്. ഇറാനൊപ്പം ആണവായുധങ്ങൾ ഭദ്രമായി നിലനിൽക്കുമെന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ റഷ്യൻ ഫെഡറേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നമുക്ക് ആ വാർത്ത ഇങ്ങനെ വായിക്കാം. മെനി നേഷൻസ് റെഡി ടു സപ്ലൈ ഇറാൻ വിത്ത് ദെയർ ന്യൂക്ലിയർ വാർഹെഡ്സ്. മെനി നേഷൻസ് റെഡി ടു സപ്ലൈ ഇറാൻ. ഇറാന് ധാരാളം രാഷ്ട്രങ്ങൾ സപ്ലൈ ചെയ്യാൻ റെഡിയാണ്. വിത്ത് ദെയർ ന്യൂക്ലിയർ വാർഹെഡ്സ്. ഇറാന് ന്യൂക്ലിയർ വാർഹെഡുകൾ നൽകാൻ ധാരാളം രാഷ്ട്രങ്ങൾ റെഡിയാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏതെല്ലാം രാഷ്ട്രങ്ങളാണ് എന്ന് നമുക്കറിയാം. ചൈനയുണ്ട്, റഷ്യയുണ്ട്, ഉത്തര കൊറിയയുണ്ട്, അതോടൊപ്പം തന്നെ നമുക്കറിയാം പാകിസ്ഥാനുണ്ട്. ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങൾ ഒരുപക്ഷെ ഇറാന് ആണവായുധങ്ങൾ വാർഹെഡ് തന്നെ നൽകാൻ റെഡിയാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തേത്, ഇറാന്റെ കയ്യിൽ ഒരുപക്ഷെ ആണവായുധങ്ങൾ ഉണ്ടാകാം. ആ ആണവായുധം ഉപയോഗിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ ആണവായുധം നിർമ്മിക്കുന്നു എന്ന് അത് ശരിയാണ് എന്ന് ഒരുപക്ഷെ അമേരിക്ക ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൈമാറിയതാണ് എന്ന സൂചന നൽകാൻ വേണ്ടിയായിരിക്കും. അതല്ല എങ്കിൽ ഇറാന് സപ്ലൈ ചെയ്യാൻ ഈ രാഷ്ട്രങ്ങൾ സന്നദ്ധമാണ് എന്നതായിരിക്കും അത് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി റഷ്യയിലേക്ക് പുടിനുമായി വളരെ സീരിയസ് ആയ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി റഷ്യയിലെത്തുകയാണ്. ഇറാൻസ് ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് Araghchi announced on Sunday that he will travel to Moscow for high-level talks with Russian President Vladimir Putin. അമേരിക്ക ഈ ഒരു ആക്രമണം നടത്തിയ ഈ ഒരു സാഹചര്യത്തിൽ വളരെ സീരിയസ് ആയ ഹൈ ലെവൽ ടോക്സ് നടത്താൻ വേണ്ടി ഇപ്പോൾ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് പോവുകയാണ്. റഷ്യയിൽ വെച്ച് നാളെ മോസ്കോയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തും. ഇറാനെ ആക്രമിച്ച അമേരിക്കയെയും അതുപോലെ ഇസ്രയേലിനെയും ഏത് രൂപത്തിൽ നേരിടണമെന്ന കാര്യത്തിലുള്ള ഒരു ചർച്ചയായിരിക്കും. ഈ ചർച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ വ്യത്യസ്തമായ രീതികളിലുള്ള ആക്രമണങ്ങളോ തിരിച്ചടികളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ട്രംപ് പറഞ്ഞ പോലെ ഇനി ഇസ്രയേലിന് വളരെ കൂടുതൽ സമാധാനമുണ്ടാകും. ഇസ്രയേലിന്റെ ഭീതി ഇപ്പോൾ ഒരുവിധം അടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രയേലിന് ഇനി ഭീതിയുടെ ദിനങ്ങൾ തന്നെയാണ് റഷ്യയും അതുപോലെ ചൈന അടങ്ങുന്ന രാഷ്ട്രങ്ങൾ സമ്മാനിക്കാൻ പോകുന്നത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് മറ്റൊരു കാര്യം കൂടെ റഷ്യയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന ഒരു റിപ്പോർട്ട് കൂടെ വന്നിട്ടുണ്ട്. എന്തായാലും ഈ കാണുന്ന ഒരു ഫോട്ടോ ഇത് ഇന്ന് ഇറാൻ ഇസ്രയേലിന്റെ തെല്ലബീബിൽ നടത്തിയ ആക്രമണത്തിന്റെ ഫോട്ടോ ആണ്. ഒരൊറ്റ മിസൈൽ മാത്രമാണ് ഈ ഭാഗത്തുള്ള ധാരാളം കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ഇപ്പുറത്ത് കാണുന്ന ഈ കെട്ടിടം പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. ഈ തകർച്ചയ്ക്ക് കാരണമായത് ഒരേ ഒരു ഇറാന്റെ മിസൈലാണ് എന്ന കാര്യം മനസ്സിലാക്കണം. 2 ടൺ ഭാരമുള്ള വാർഹെഡുള്ള മിസൈലാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ന് ഇസ്രായേൽ തന്നെ പറയുന്നത് 2000 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ടാണ് ഇന്ന് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിലേക്ക് എത്തിയത് എന്നാണ്. ഇത്തരത്തിലുള്ള മിസൈലുകൾ വളരെ കൃത്യമായി എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും വകഞ്ഞു മാറ്റി അതിനെയെല്ലാം തകർത്ത് മുന്നോട്ട് പോകാൻ ഇറാന്റെ മിസൈലിന് സാധിക്കുമെങ്കിൽ ആ ഒരു മിസൈലിൽ ന്യൂക്ലിയർ വാർഹെഡ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഇസ്രായേലിന്റെ സാഹചര്യം എന്നത് ചിന്തിക്കേണ്ടത് തന്നെയാണ്. മാത്രമല്ല ഇവിടെയൊന്നും അവസാനിക്കുകയില്ല. ഇറാൻ തീർച്ചയായും അമേരിക്കക്കെതിരെ തിരിച്ചടി നടത്തും. ഒരുപക്ഷെ അത് കടലിൽ അമേരിക്കയുടെ വലിയ വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇറാൻ ഒരു 48 മണിക്കൂറിനുള്ളിൽ ഈ ആക്രമണം തിരിച്ചടി നടത്താനുള്ള സാധ്യതയുണ്ട്. ഇന്നൊരു പക്ഷേ ഇസ്രയേലിലേക്കും തന്നെയായിരിക്കും ആക്രമണം ഉണ്ടാവുക. അമേരിക്കയുടെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഒരുപക്ഷെ റഷ്യയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇറാൻ തയ്യാറാവുക. അതല്ല എങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ചില താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. മാത്രമല്ല ഹോർമുസ് കടലിടുക്ക് തടയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റഷ്യയുമായിട്ടുള്ള ചർച്ചയിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഹോർമുസ് കടലിടുക്ക് തടയുക എന്ന് പറയുമ്പോൾ അത് ഗൾഫ് രാഷ്ട്രങ്ങൾക്കെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല അതോടൊപ്പം തന്നെ യൂറോപ്യൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾക്കും വലിയ വാണിജ്യ രംഗത്തുള്ള വലിയ പ്രതിസന്ധി അതിലൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങും. 3ാം ലോക യുദ്ധം തന്നെയായിരിക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സംഭവിക്കുക. അതുകൊണ്ട് ഒന്നുകൂടെ കൂടിയാലോചിച്ചതിന് ശേഷമായിരിക്കും ഇറാൻ അത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങുക.